ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണി എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലവും വരവും ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ദുർഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാ കാര്യത്തിനും പിശുക്കല്ല, നീ ഒരു പിശുക്കനാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഇപ്പം നിനക്ക് എന്ത് ചെയ്യണം, ഒരു ഭാര്യയൊക്കെ ഉണ്ട്, അപ്പം നീ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചിലവാക്കണം, അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കണം. ഇപ്പം തന്നെ അവൾ വീട്ടിൽ പോയിരുന്നിട്ട് എത്ര ദിവസം, നീ ഒന്ന് വിളിച്ചോ, അവളെ ഒന്ന് വിളിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നിനക്ക് പറ്റുമോ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദുർഗ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഞാനിതുവരെ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ വിളിച്ച് സംസാരിച്ച് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അവൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, പിന്നെയും അവളെ വിളിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു പെണ്ണിൻ്റെ മനസ്സാടുകയുള്ളൂ, അവൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ അവൾക്ക് നിന്നെ ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ, അവൾക്ക് ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മാറ്റി കൊടുക്കുക, അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക, അവളൊന്ന് പുറത്ത് കൊണ്ടുപോയി, ഇതൊക്കെയല്ലേ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദുർഗ കുറേ ഉപദേശിച്ചതിന് ശേഷം നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയെ വിളിക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ ആ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേഗം തന്നെ ആ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ഇഷ്ടമില്ലാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നീ ഇന്നെങ്കിലും ഒന്ന് ഫോൺ എടുത്തോളൂ, എത്ര ദിവസമായി നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ, അത്രയ്ക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ശബ്ദം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കരുണേൻ്റെ മനസ്സിലേക്ക് പോകുന്നുണ്ട്, ഇനിയിപ്പം നാളത്തെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ പ്രമാണിച്ച് വിളിച്ചതായിരിക്കുമോ ഇയാളെ, ഇനിയിപ്പം വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരാനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ണി ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എന്താ നമ്മുടെ കരുണയ്ക്ക് ഒരു സങ്കടം പോലെ തോന്നിയിട്ട് കരുണ ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്, നാളെ എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത, നാളെ 22 ഡേറ്റ്, നാളെ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നു, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ, അങ്ങനെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഉണ്ണിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ആൻസറും കിട്ടാത്തതുകൊണ്ട് തന്നെ കരുണ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. കരുണയ്ക്കാണ് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. കാരണം കരുണ വിചാരിച്ചത് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാനായിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും ഇന്ന് വിളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കരുണ എന്ത് ഫോൺ തന്നെ എടുത്തത്. അപ്പോൾ കരുണയാണെങ്കിൽ നേരെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഉണ്ണി, എന്നിട്ട് ഞാൻ ഫോൺ എടുത്തു, ഞാൻ വിചാരിച്ചു നാളത്തെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും അയാളെ വിളിച്ചത്, അയാൾക്ക് അത് ഓർമ്മ പോലും ഇല്ല, നാളത്തെ ഡേറ്റിന് എന്താണ് പ്രത്യേകത ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചപ്പോൾ പോലും എന്തിട്ടില്ല, അയാൾക്ക് ഒന്നും തന്നെ ഓർമ്മ വന്നിട്ടില്ല, ഇങ്ങനെ ഒരാളാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, എന്തിനാണ് ഞാൻ ഇയാളെ കല്യാണം കഴിച്ചത്. അപ്പം മുത്തശ്ശിയാണ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവളുടെ കൂടെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ എന്തിട്ടില്ല, ഒരു ബുദ്ധിയും ഇല്ല, ഒരു കാര്യങ്ങൾ ഓർമ്മ പോലും ഇല്ല, അവൻ എന്താണ് ഇങ്ങനെ നോക്കി എന്തിട്ട് നമ്മുടെ കരുണേനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ കരുണയ്ക്ക് നേരെ തീരെ സഹിക്കാനായിട്ടും കൂടി പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഒരാളെയാണല്ലോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കാണെങ്കിൽ മഹാലക്ഷ്മിക്ക് കിട്ടിയ ഭർത്താവ് എന്തിൻ്റെ കാലുകൾക്ക് ചലശേഷി ഇല്ലെങ്കിലും അയാൾ എന്നിട്ട് അയാളുടെ സ്വത്തുക്കൾ കൊണ്ടും അയാളുടെ സ്നേഹം കൊണ്ടും മഹാലക്ഷ്മിനെ മൂടുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ ഇനിയിപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തൊക്കെ കാര്യങ്ങളേക്കും ചെയ്തിട്ടുണ്ടാവുമെന്നൊക്കെ എന്തിട്ടുണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കരുണ. ഉണ്ണി നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാനായിട്ട് വേഗം തന്നെ ദുർഗേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ദുർഗേനോട് ചോദിക്കുന്നുണ്ട്, അമ്മ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, നാളെ 22-ാം ഡേറ്റ്, നാളെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും ഇതിലൊന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്താണെങ്കിലും മഹി എന്ത് ചെയ്യുന്നുണ്ട്, കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ഓർത്തിരിക്കും, കാരണം എല്ലാവരുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എല്ലാവർക്കും അത്രയും സ്പെഷ്യലായിരിക്കും. നാളെയാണ് ഞാനും കണ്ണേടനും അതുപോലെ നീയും കരുണയും വിവാഹം കഴിച്ചത് ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയായിരിക്കും മോള് നേരിട്ടുണ്ടാവുക, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒക്കെ ചോദിച്ചിട്ടുണ്ടാവുക, നീ എന്താണ് ഇങ്ങനെ അതൊന്നും ആലോചിക്കാതെ നിന്നൊക്കെ എന്നിട്ട് ഉണ്ണീനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അവൾക്ക്, അവളെന്തോ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നാളത്തെ ദിവസം എന്ത് ചെയ്യണം, അവർക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റണം, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, അവളെ ഇങ്ങോട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരണം, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ എന്ത് ചെയ്തിട്ടുണ്ട്, അവനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ പിശുക്കൊക്കെ മാറ്റി എന്ത് ചെയ്തോ, നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവൾക്ക് കൊടുക്കുക, അവളെ ഒന്ന് സർപ്രൈസ് ചെയ്യും, അവളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും, കറങ്ങാനൊക്കെ കൊണ്ടുപോകും, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്തായാലും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ഇപ്പോൾ കണ്ണനും അവൾക്ക് മഹാലക്ഷ്മിക്ക് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതുകൊണ്ട് എന്ത് ചെയ്യണ്ടേ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, വേറെ ഇങ്ങോട്ടേക്കെങ്കിലും കറങ്ങാൻ വെച്ച് കൊണ്ടുപോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ഉണ്ണി രാവിലെ തന്നെ നമ്മുടെ കരുണാലയത്തിലേക്ക് കരുണേനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കരുണേനെയും കൂട്ടി തന്നെ ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. കരുണയാണെങ്കിൽ ഭയങ്കര സമ്മതത്തോടെയൊന്നല്ല പോകുന്നത്, പക്ഷേങ്കിൽ കരുണേനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പ്രതാപനും മുത്തശ്ശിയാണെങ്കിലും നിർബന്ധിക്കുന്നുണ്ട്, അവൻ എന്തായാലും വന്നതല്ലേ, നിങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ, നീ എന്തായാലും പോയിട്ടിങ്ങ് പോര്, നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ വേഗം തന്നെ ഇങ്ങ് പോരുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കരുണ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ണിയുടെ കൂടെ ഒന്ന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച പോലെയാണ് കരുണയ്ക്ക് തോന്നുന്നത്. കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കരുണ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എന്നിട്ട് ഉണ്ണിയാണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്, എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുന്നുണ്ട്, കറങ്ങാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കരുണയുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണക്കാണെങ്കിൽ ഉണ്ണീനോടൊരു സ്നേഹമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, കരുണേനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ദുർഗയ്ക്ക് എന്തുണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്കുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ തരുന്നതായിരിക്കും. ബൈ.